നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്ന് പുകഴ്ത്തി പറയുകയോ കെഴുത്തി പറയേണ്ടുന്ന ആവശ്യം ഞങ്ങൾക്കില്ല. എങ്കിലും ഒരു കാര്യം പറയാം. സുരേഷ് ഗോപി ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുത്തു തിലകൻ എന്ന് മോള് പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥാനത്ത് എസ് എൻ സ്വാമിയെ പോലെ സുപ്രസിദ്ധ എഴുത്തുകാരായ എസ് എൻ സ്വാമിയൊക്കെ പറഞ്ഞു ചാക്കോ മാഷ് സ്ഫടികത്തിലായിരിക്കുമല്ലോ, അതിന് റോള് പ്രത്യേകം കിട്ടാൻ വേണ്ടി മമ്മൂട്ടി വന്നിട്ടാണ് കിട്ടിയത്. അപ്പം അതെന്താ കാണാതെ പോകുന്നത് സോണിയ മോളെ? പറയുമ്പോൾ എല്ലാ കയ്യിലും പറയണ്ടേ? എന്തുകൊട്ടെ, അതൊക്കെ നിങ്ങളുടെ കാര്യം. മറ്റൊന്ന്, ഇന്നലെ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞു, ഈ ലൂലു പോലെയുള്ള വലിയ വലിയ മാളുകൾ വരുന്നതുകൊണ്ട്, അത് വന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള ആയിരക്കണക്ക് ചെറുകിട, പ്രത്യേകിച്ച് പലചരക്കട പ്രൊവിഷൻ സ്റ്റോറിൽ ജനറൽ മർച്ചൻ്റ് നിന്ന് പോയിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഇൻഡസ്ട്രി കൂടി തുടങ്ങണം യൂസുഫ് അലി സാഹിബ് എന്ന് ഒരു നിർദ്ദേശം വെച്ചു. അതിനോട് ചേർത്തുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങേ യൂസുഫ് അലി സാഹിബ് അവர்களെ ഉണർത്തിക്കുകയാണ്. മറ്റൊന്നുമല്ല, സിമ്പിളാണ്. ഏതാണ്ട് ഒരു കൊല്ലത്തിൽ 15,000 കോടി രൂപയുടെ ചിക്കൻ തമിഴ്നാട്ടിൽ നിന്നും കുറച്ച് കർണാടകയിൽ നിന്നും കേരളത്തിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ആ 15,000 കോടി രൂപയുടെ ചിക്കൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് അത് കേരളത്തിലെ എല്ലാ ചിക്കൻ സെൻറ്ററിലേക്കും സപ്ലൈ ചെയ്യാൻ ഒരു തീരുമാനം യൂസുഫ് അലി സാഹിബ് എടുത്താൽ അങ്ങയുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാകുകയും ചെയ്യും, ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും. അത് ഒരു പരിധി വരെയും വലിയ മായമില്ലാത്ത, ഇത് 100% മായമില്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ, ഇപ്പം അറിയാം. വലിയ മായമില്ലാത്ത രീതിയിൽ അങ്ങേക്കാവുമ്പോൾ ചെയ്യാനും പറ്റും. അപ്പം അതിനൊന്ന് ശ്രദ്ധിച്ചാൽ അത് നാടിനും നാട്ടാർക്കും താങ്കൾ പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ ആ ഒരു അപാകത അല്ലെങ്കിൽ ഒരു ക്ഷീണം തീർക്കുകയും ചെയ്യാം. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ഞാൻ ഈ ചാനലിലൂടെ, ഷാ വിഷൻ ചാനലിലൂടെ എല്ലാവരും അറിയിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ എല്ലാവരും അത് ഇത് ചെയ്യുന്നുണ്ട്. ഇതിൽ അപൂർവം 1, 2, 10 പേര് അത് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ചെയ്യാൻ തെറ്റില്ല. ഞാനത് എന്നെ കൂട്ടി പരസ്യം കാശ് കിട്ടാനൊന്നും ചെയ്യുന്ന പണിയല്ല. എങ്കിലും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുള്ള മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ടധിക കാലമായില്ലെങ്കിലും ഒരുപടി പ്രേക്ഷകരും ശ്രോതാക്കളും ഒക്കെ ഉള്ളതാണ്. ഒരുപടി നിർദ്ദേശങ്ങൾ വരുന്നത്, 100 കിടക്കുന്ന നിർദ്ദേശം വരുന്നത്. ഞാൻ തുടങ്ങിയാൽ തന്നെ 5,000 കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ 5,000, 2,500 പെൻഡി കിടക്കാണ് ചേർക്കാൻ പറ്റുന്നുണ്ട്. അത് ലിമിറ്റ് ഉണ്ടല്ലോ. അതായത് മറ്റൊന്നുമല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാഹുൽ കോൺഗ്രസ്, ഇന്ത്യയുടെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഈ 20% വരുന്ന, ഇന്നലെ സൂചിപ്പിച്ചത് 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വഞ്ചിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. BJP പറഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നു, കോൺഗ്രസ്സൊക്കെ പറയാതെ സ്നേഹിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം ഈ 20% എന്നുകൊണ്ട് ചെറിയൊരു സംഖ്യയല്ലേ സാർ. രാഹുൽജിയോട് പറയാണ്, അല്ലെങ്കിൽ പ്രിയങ്കയോട് പറയാണ്, അല്ലെങ്കിൽ ഗാർഗയോട് പറയാണ്, ഈ 20% എന്ന് പറഞ്ഞാൽ 30 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചെറിയ സംഖ്യയല്ല. ആ 30 കോടി ജനസംഖ്യ എന്ന് അങ്ങനെ ഉറുമനെ കൊല്ലുമ്പോൾ തൂത്ത് കളയാൻ ഒരു കക്ഷിക്ക് സാധിക്കില്ല. ആ വിഭാഗത്തിൽ നിങ്ങൾ എവിടെ വരെ എത്തിക്കുന്നുണ്ട്? നിങ്ങൾ 2ാമത്, 3ാമത്, 4ാമത്, 5ാമത്, 10ാമത് ലിസ്റ്റിൽ പോലും ഒരാൾ വരുന്നുണ്ടോ? ദേശീയ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഗാർഗെ വന്നിരിക്കുന്നു, കർണാടകയിൽ പ്രധാന മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും വന്നിരിക്കുന്നു, ആസാമിൽ വന്നു, മറ്റേ രാജസ്ഥാൻ, അങ്ങനെ പല സ്ഥലത്തും വരുന്നു, പഞ്ചാബിൽ വരുന്നു. ഈടവും രാഹുൽജി, നിങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ട് ഒരാളെ എന്താ നിങ്ങൾ രംഗത്ത് കൊണ്ടേ നിങ്ങൾ ഒപ്പിരുത്താത്തത്? അതല്ലേ ശരി. എങ്കിലേ മാറ്റി അംഗീകാരമാകുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും അടുത്ത് വരുന്നുണ്ടോ, ഇരുത്തുന്നുണ്ടോ?
ഒന്നാം സ്ഥാനം നിങ്ങൾ പോട്ടെ ദളിതിന് കൊടുത്ത്, രണ്ടാം സ്ഥാനം നിങ്ങളെടുത്ത്. നിങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് അറിയാലോ, 6% ജനസംഖ്യയില്ല, പോട്ടെ നിങ്ങൾ രണ്ടാം സ്ഥാനം എടുത്ത്. മൂന്നാം സ്ഥാനമെങ്കിലും 20% കൊടുക്കണ്ടേ? ഏത് മേഖല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മൂന്നാമത് സ്ഥാനമെങ്കിലും എല്ലാ മേഖലയിലും ഈ വിഭാഗത്തിന് കഴിവുള്ളവർക്ക് കൊടുക്കണ്ടേ? എങ്കിലേ അത് ഒരു ഉന്നമനത്തിന് സാക്ഷ്യം വരികയുള്ളൂ, എങ്കിലേ അത് അംഗീകാരമാവുള്ളൂ. അത് നിങ്ങൾ പുറകോട്ട് പോകുന്നതാണ്. അത് അന്തോണി പറയും പോലെ കവാത്ത് മറക്കാണ് ആള്. നിങ്ങൾ ആരെ പേടിച്ചാൽ കവാത്ത് മറക്കുന്നത്? ഞാൻ ഒരു കാര്യം വീണ്ടും പറയാം, ഈ 20% 10% ആൾക്കാർ BJP സപ്പോർട്ട് ചെയ്യുന്നല്ലോ. ഇന്ന് ഉപപ്രധാനമന്ത്രി വരെ ഉണ്ടായേനെ, ഇല്ല പറയാൻ പറ്റുമോ? അമിത്ഷായെയും മോഡിയെയും ഒരു ധാരണയിലെത്തിയിട്ടിങ്ങനല്ലോ ഇന്ന് മുസ്ലിം സമുദായത്തിന് ഉപപ്രധാനമന്ത്രി വരെ ഉണ്ടാവും, അവർ കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ചില ആശയപരമായ കാര്യത്തിലാണ് ആൾക്കാർ ആ ഉപപ്രധാന സ്ഥാനം വേണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നത്. അത് മണ്ടത്തരമാണ് കാണിക്കുന്നത്. അത് മുസ്ലിം സമുദായത്തിൻ്റെ ചില പോരായി അതാണല്ലോ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയില്ലേ, 10 വരയ്ക്കില്ലേ, ഇങ്ങനെ ഓരോ കാര്യത്തിലും മണ്ടത്തരം കാണിക്കുകയല്ലേ. നിങ്ങളിപ്പോൾ പന്നിയിറച്ചി വിൽപ്പന എന്ന് പറഞ്ഞിട്ട് DYFIയുടെ അതൊക്കെ അവരുടെ 100% രാഷ്ട്രീയ തട്ടിപ്പല്ലേ. അത് നിങ്ങൾ തലവെച്ചു കൊടുത്തില്ലേ? മുസ്ലിം സമുദായം ഇപ്പോഴും സുന്നി മുജാഹിദും ജമാഅത്തും ഖാദിയാനിയും ഖുദിയാനിയും കേട്ട് നടക്കാണ്. ഇവിടെ ആസാമിലൊക്കെ ഇവിടെ എത്തി ഈ സമുദായത്തിൽ നിന്ന് ഈ സുന്നി മുജാഹിദോ ജമാഅത്തോ മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു കാര്യം എടുക്കുക സൂചിപ്പിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണ് ദാവൂദ് എന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞു. ദാവൂദ് ജമാഅത്ത് ഇസ്ലാമിയെ പുകഴ്ത്തി പറയേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ, പെരുമ്പാവൂർ മുടിക്കലിലേക്ക് കാക്കമ്പർ കുറച്ച് വിദ്യാഭ്യാസം കുറച്ച് പണമൊക്കെ ഉള്ളവരാണ്. അവരൊക്കെ ബാറിൽ പോയി വെള്ളം അടിച്ച് കറങ്ങി നടക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം കൊണ്ടാണ്, അല്ല സുന്നിയുടെ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ മുജാഹിദിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല. പരിക്കാലത്ത് പല പണക്കാരും ഈ സമുദായത്തിൽ നിൽക്കുകയും മദ്യത്തിന് വഴങ്ങാതെ നിൽക്കുകയും ചെയ്യുന്നത് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവൃത്തിയും മോശമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ അതിൽ അവർ കുറച്ച് പ്രായോഗികമായിട്ട് പറയുന്നില്ല. എങ്കിലും ആ ദാവൂദ് ആരാകട്ടെ, ഒരു സാധാരണ മനുഷ്യൻ, ഒരു തൊഴിലാളിയുടെ മകനായി ജനിച്ച ആൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമല്ലേ. കളവാണ് പറഞ്ഞെങ്കിൽ, ഇല്ലായ്മ പറഞ്ഞെങ്കിൽ നമുക്ക് ഇപ്പോൾ ABC ചാനലൊക്കെ കടുക വിരുദ്ധമായിട്ട് നുണ പറയുമ്പോൾ ദാവൂദ് പറയുന്നത് കണക്ക് ഉദ്ധരിച്ചുകൊണ്ടല്ലേ, അതിനെ എതിർക്കാർക്കും സാധിക്കുമോ? എന്നിട്ട് അതിപ്പോൾ അടുത്ത കാലത്ത് ദാവൂദ് ജമാഅത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തകർക്കാൻ നോക്കുകയാണ്. അതൊന്നും വേണ്ട. ജമാഅത്താണെങ്കിലും സുന്നിയാണെങ്കിലും മുജാഹിദാണെങ്കിലും ഇന്ത്യക്കാർ തന്നെയാണ്, ഇന്ത്യയിലെ പൗരന്മാരാണ്. അവർക്കൊക്കെ ജീവിക്കാനും വളരാനും അവസരമുണ്ട്, തെറ്റൊന്നുമില്ല. പിന്നെ തീവ്രവാദത്തിൽ കാര്യം പോലും നമ്മളതിനെ അനുകൂലിക്കില്ലെന്ന് മാത്രമേ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. ഏതിലും അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. മറ്റൊന്ന്, നിങ്ങളത് ആലോചിച്ച് നോക്ക്, ഈ സമുദായത്തിൽ ബുദ്ധിജീവികളുടെ പ്രത്യേകിച്ച് ഇളം തലമുറ അവർ എന്നെപ്പോലുള്ളതിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മുഖം നോക്കുക, തുറന്ന് പറയുന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയുന്നുണ്ട്. ആ ദേശീയധാരയിൽ നിന്നുകൊണ്ട് തന്നെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർത്തുകൊണ്ട് തന്നെ ഈ സമുദായത്തെ ഉത്തമ പൗരന്മായി വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എളിയ കുറേയധികം ആൾക്കാരിൽ ഒരുവനാണ് ഞാൻ. അത് ജനങ്ങൾക്കും പ്രത്യേകിച്ച് വിദ്യാസമ്പന്ന യുവാക്കൾ അറിയുകയും ചെയ്യും. അവർ നിരന്തരമായി ചോദിക്കുകയാണ്, എന്താണ് മൊയ്തീൻ ഷാ നിങ്ങൾ വാദോരാതൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ അത് ഇതൊക്കെ കോൺഗ്രസിനെ കുറിച്ചൊക്കെ. പക്ഷേ കോൺഗ്രസ് കാണിക്കുന്ന ഈ വഞ്ചന, അനീതി അവരാരെ പേടിച്ചിട്ടാണ്? പണ്ട് കേരളത്തിൽ ഒരു കത്തോലിക്ക അതുണ്ടായത്, അങ്കമാലിക്കാരാൾ, അയാൾ എന്തോ രണ്ടിലൊന്ന് കത്തോലിക്കനാണെന്ന് പറയും. എന്ത് കാര്യമാണ് രണ്ടിലൊന്ന് കത്തോലിക്ക വേണം, അങ്ങനെ പറഞ്ഞു കൊടുത്ത ആളാണ്. പുള്ളി മരിച്ചു. പുള്ളി അപ്പോൾ അവസാനം ഇങ്ങനെ അസംബ്ലിയിൽ ഉറങ്ങിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആഫ്രിക്കയിൽ നിന്ന് 2 ജിറാഫിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പണ്ട് ഇയാൾ ഉറക്കം എന്നിട്ട് അതിലൊന്ന് കത്തോലിക്ക ആയിക്കണമെന്ന് പറയും. അതുപോലെ മണ്ടത്തിലൊന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്നില്ല. പക്ഷേ മാന്യമായിട്ട് ഒരു അംഗീകാരം വേണ്ടേ? അതെന്താ നിങ്ങൾ അവിടെ വിട്ടുവീഴ്ചയാണ്? പേരിന് ഒരു നാമധാരി അങ്ങോട്ട് വച്ചു കൊടുത്ത് അതിലെല്ലാം ക്ലിയറായി. ഇതായാലും നിങ്ങൾ BJP-യാൽ നശിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇത് കൊല്ലാൻ പോകുന്നത് നിങ്ങൾ ഇതിക്കുള്ള സ്ഥാനം എന്തിനാ? പണ്ടൊരു സുന്ദരിയ സ്ത്രീയായിട്ട് ഭാര്യയായിട്ട് പോയപ്പോഴത്തെ ചോദിച്ചു, നിനക്ക് എന്തിനത്തെ സുന്ദരിയ ഭാര്യ, നിനക്ക് പശുവിനെ പോരെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കോൺഗ്രസ് മറ്റ് സാമൂഹിക നേതാക്കൾ വിചാരിക്കുന്നതോ ഏതായാലും തല്ലിക്കൊള്ള പോകണം അല്ലെങ്കിൽ നശിപ്പിക്കാൻ പോവാണ്, പിന്നെ അവർക്ക് ഇനി എന്തെങ്കിലും സ്ഥാനം എവിടെയെങ്കിലും വളഞ്ഞുകൂടി കിടന്നാൽ പോരെ. അങ്ങനെയൊന്നും വേണ്ടെന്നേ. അങ്ങനെയൊന്നും ഒരു ചുക്കും ഇന്ത്യയിൽ നടക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ജനതയ്ക്ക് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽ ഭൂരിപക്ഷ ജനങ്ങളോടും ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ട്, പിന്നെ ബോധ്യമുണ്ട്.
അവരൊന്നും കൂട്ടുന്ന വർഗ്ഗമല്ല ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ഹിന്ദു സമുദായങ്ങൾ. അവിടെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരയിടൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ചൂടിൻ്റെ കൂടി നിൽക്കാമെന്ന് വിചാരിച്ച് ഒതുക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവസരം കൊടുക്കണം. നമ്പർ ഓഫ് സീറ്റ് കൊടുക്കണം, കൊടുത്തേ തീരൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലേക്ക് പോകും. അതെന്താ മനസ്സിലാക്കാത്തത്? ഞാൻ ആലോചിക്കുകയാണ്. എൻ്റെ ഇവിടെ കാരണം ചിത്രസഹിതമാണ് ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് ഫോൺ സംഭാഷണം മറ്റൊക്കെ ആയിട്ട്. എന്തറിയോ, എവിടെ ഈ 20% വരുന്ന ഒരു വിഭാഗത്തിന് എവിടെ നിങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ BJPയോട് ഇല്ല. BJP അവർ പറഞ്ഞാൽ ചെയ്യുന്നത് ഞങ്ങൾ മുസ്ലിം വിരുദ്ധയിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്, അത് മാറ്റാനും പറ്റില്ല, അതാണ് അവരുടെ ബേസ്, അതാണ്. അപ്പോൾ പിന്നെ അതല്ലേ ചെയ്യുള്ളൂ. ഞാൻ പണ്ട് പറഞ്ഞല്ലോ, അദ്വാനി എറണാകുളം കേരളത്തിൽ വരുമ്പോഴേ ഇവിടെ മുസ്ലിംക്ക് വേണ്ടി വാദിച്ചാൽ അദ്വാനി BJPക്കാരനാണോ? അല്ല. BJPക്ക് അനുകൂലം നിൽക്കണം, പിന്നെ ന്യൂനപക്ഷത്തിൽ പ്രത്യേകിച്ച് മുസ്ലിംക്കെതിരെ നിൽക്കണം, അത് അവരുടെ പോളിസി, അത് മനസ്സിലാക്കാം. പക്ഷെ കോൺഗ്രസ്സോ, നിങ്ങൾ എവിടെ ഇട്ടാണ് ഉരുട്ടുന്നത്? ആ ഉരുട്ടിൽ വേണ്ടെന്നേ രാഹുലിനോട് പറഞ്ഞത്, വെറുതല്ല. രാഹുലിനോട് പറഞ്ഞത്, പ്രിയങ്കയോട് പറയുന്നത്, ഗാർഗയൊന്നുമില്ല. ഗാർഗയൊക്കെ നിങ്ങളുടെ നോമിനിയാണല്ലോ, അറിയാമല്ലോ. അല്ലെങ്കിൽ വേറെ എത്ര മിടുക്കരായ ആൾക്കാർ കോൺഗ്രസിലുണ്ടായി, സമർത്ഥരും ചെറുപ്പക്കാരും. അതിലൊന്നും കൊടുക്കാതെ ആ വയോവൃദ്ധനെ കൂടെ നിങ്ങൾ ഇരുത്തിയില്ലേ? തന്നെ നിൽക്കാൻ പോലും പറ്റാത്ത ആള്. 56-56 ഇഞ്ചുള്ള മോഡിയെ, അമിത്ഷായുടെ ഒക്കെ യുക്തിക്കും ബുദ്ധിക്കും തന്ത്രത്തിനും മറുതന്ത്രം പ്രയോഗിക്കാൻ പറ്റി. പക്ഷെ ഗാർഗയൊക്കെ തന്നെ നിൽക്കാൻ പറ്റാത്ത ആള്. അതാ ശിവകുമാർ. ഓക്കെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേറെ അഭിപ്രായത്തിലല്ല. ശിവകുമാർ ഞങ്ങൾ പറയാം, ശിവകുമാർ മിടുക്കരാണ്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശിവകുമാറിനെയാണ് AICCയുടെ പ്രസിഡന്റ് ആക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷമല്ല, ഈ പ്രതിപക്ഷ മുന്നണിയുടെ ചെയർമാനായിട്ടെങ്കിലും ശിവകുമാറിനെ ആക്കണം. അതാക്കും. നിങ്ങൾ എഴുതി നിൽക്കാൻ പറ്റത് ഗാർഗെ അല്ലെങ്കിൽ മറ്റേ പുറത്ത്. നിങ്ങൾ ദളിതുകൾക്ക് പ്രാമുഖ്യം കൊടുക്കണ്ടല്ലോ, നല്ല കാര്യം, ഒരു സംശയക്കാര്യത്തില്ല. പക്ഷെ അതേ സ്ഥാനത്ത് അത്ര തന്നെയുള്ള ഈ വിഭാഗത്തിൽ നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രി പോയിട്ട് ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു, ഇപ്പോൾ കർണാടകയിൽ മന്ത്രി വെച്ച് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് അവിടെ ആഭ്യന്തര വകുപ്പെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അവിടെ ഒരു സ്പീക്കറിൽ ഒതുക്കി. അപ്പം അത് വേണ്ട രാഹുൽജി. ഞാൻ കോൺഗ്രസ്സുകാരോട് കൂടി പറഞ്ഞത് അത് വേണ്ട. കേരളത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ആ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും കൊടുത്തോന്നേ ഒരു കുഴപ്പമില്ല, ഒരിടത്തും കൂടുതൽ കൊടുക്കണ്ട. ഇത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് വരുമ്പോൾ 20% വരുന്ന 30 കോടി വരുന്ന ഈ സമുദായത്തിൽ ഏതെങ്കിലും നിലയിൽ അവർക്ക് അർഹതപ്പെട്ടതിൻ്റെ ഒരു 100% കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്ത് ആ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്ത്? ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായിട്ട് എത്ര സംസ്ഥാനത്തുണ്ടായതാണ്? ഇന്ത്യയിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് എത്ര സ്ഥലത്തുണ്ടായതാണ്? മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, ആസാം, കാശ്മീർ, കേരളം. ഈ കേരളത്തിൽ തന്നെ നിങ്ങൾ കാര്യം നിങ്ങൾ TU ബാബയ്ക്ക് ശേഷം 1/2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരാൾ പോലും നിങ്ങൾക്ക് KPCCയുടെ പ്രസിഡന്റ് വയ്ക്കുന്ന ഈ സമുദായത്തിന് പറ്റുമോ? 1/3 40% RSS പറയുന്നത്. എന്തുകൊട്ടെ 1/3 സമുദായത്തിൽ നിന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഒരു അസനെ കൊണ്ട് ആക്കിയല്ലോ, അതിനെ ആക്കാൻ എന്തോ തീരുമാനം എടുത്ത് അസനെ എങ്ങനെ ആക്കിയത്? അസൻ ജഹാദ അയച്ചു പോന്നപ്പോഴേ, അസൻ മിനിമണ്ടനായതുകൊണ്ടാണ് ജാഥ അയച്ചു പോന്നപ്പോഴേ തൃശ്ശൂർ വെച്ചല്ലേ അന്ന് അന്തരിച്ച ഉമ്മൻചാണ്ടിയും രമേശും കൂടി അതിലെ മാറ്റാൻ വേണ്ടി ഡൽഹിക്ക് പറഞ്ഞത്. ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞത് ട്രിവാൻഡ്രത്തല്ലോ, അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയില്ലല്ലോ. അപ്പം ഇവർക്ക് ഇത്ര വഴി മാറിയാൽ മതിയല്ല. അത് വേണ്ട. അത് നിങ്ങൾക്ക് ലീഗാരുടെ പേരിൽ നിർത്തിയിട്ടൊക്കെ അവരോട് നക്കാവിച്ച് കൊടുത്ത് അവർ സപ്പോർട്ട് ചെയ്യാം. അത് അവരില്ല. ബാക്കി മുസ്ലിം സമ്മതിക്കില്ല. അവർ വിദ്യാഭ്യാസമുള്ളവരും ചെറുപ്പക്കാരും ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ സ്റ്റേറ്റിലാണെങ്കിലും ദേശീയ ലെവലിലാണെങ്കിലും ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം അല്ലെങ്കിൽ അംഗീകാരം കൊടുത്തേ തീരൂ. അല്ല അതിൽ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മാക്കിയാണെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ട. RSS അല്ലെങ്കിൽ സംഘപരിവാരം കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഒതുക്കാതെ കോൺഗ്രസ്സുകാർ വയ്ക്കേണ്ട, പ്രതിപക്ഷ മുന്നണി വിചാരിക്കണ്ട. അറ്റ കൈ എന്നതിൽ ഞാൻ ഞങ്ങളത് പറഞ്ഞു, അറ്റ കൈ എന്നതിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടത്. ഞാൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യമുള്ള ആളെന്ന നിലയിൽ ഒരു സ്ഥാനം കൂടി ഇരിക്കാൻ സമുദായം തന്നിട്ടുണ്ട്. കബീലെ മില്ലത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഇത് ഇനിയും പറയിപ്പിക്കാൻ ഇടവരുത്തരുത്, ചൊറിഞ്ഞ് വൃണമാക്കരുത്. ഇത് ഇനിയും അനീതി കണ്ടാൽ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളുടെ പുറകിലുള്ള ജനലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങളുടെ പാർട്ടി ജനതാദളിനെ ആശ്വസിച്ച് ചെറിയ പാർട്ടി, അതിൻ്റെ പുറകിലല്ല, ഈ പ്രത്യയശാസ്ത്രത്തോട്
അതാണ് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നുള്ളത്. മൂന്നിലൊന്ന് ജനസംഖ്യയുള്ള ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രബലമായ ഒരു സംഘടനയാണ്. ബോംബെ ബേസ്ഡാണ്. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ആരോഗ്യമോ കോൺഗ്രസിൻ്റെ ഫിറോസ് ഗാന്ധിയുടെ ആൾക്കാരുണ്ട്, പാർസികൾ, ടാറ്റ പോലുള്ളൊക്കെ. അവർ ഇന്ത്യയിലെ വലിയ ബുദ്ധിരാഷ്ട്രന്മാരും സമ്പന്നന്മാരുമാണ്. അവർക്ക് ഫിറോസ് ഗാന്ധിക്ക് വേണ്ടത്ര അംഗീകാരം കൊടുക്കാതെ വലിയ കോൺഗ്രസ് തന്നെ വലിയ മുറിവ് വിഭാഗത്തോട് അവരാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്, ബോംബെ ബേസ്. അപ്പോൾ ഈ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പാർസി ഗ്രൂപ്പാണ്. ഞങ്ങളതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു വശത്ത് VPCയും മറ്റു വശത്ത് ഫിറോസ് ഗാന്ധിയാണ്. ഫിറോസ് ഗാന്ധി മുസ്ലിം അല്ല, പാർസി ഹിന്ദുവാണ്. പക്ഷേ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അത് നെഹ്റുവിനെല്ലാം അറിയാം. പക്ഷേ ഇന്ദിരാഗാന്ധി അവർ തമ്മിൽ തെറ്റി കുറച്ച് കഴിയുമ്പോൾ ഇന്ദിരാഗാന്ധി അവർ പുറത്താക്കിയാലും പുറത്ത് പോകും. പിന്നെ അവസാനം പുറത്ത് മരിക്കുകയൊക്കെ ചെയ്തു. അതിപ്പോൾ അച്ഛൻ 46-ാമത്തെ വയസ്സിൽ മരിച്ചു, മകൻ 47-ാമത്തെ വയസ്സിൽ മരിച്ചു. രാജീവ് ഗാന്ധി 47 വയസ്സുള്ള മരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ആയുസ് കുറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളോടും പ്രതിപക്ഷ നേതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ ഈ സമുദായത്തിൽ അവർക്ക് മാന്യമായ അംഗീകാരം കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അരാജകത്വം വരും, പഴയതുപോലെ വീണ്ടും BJP മുന്നണിയിൽ വരും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കളി തുടങ്ങി. അവർ കളിക്കും, വെറുതെ നോക്കിയിരിക്കില്ല. അവർ വെറുതെ ഇരിക്കുകയല്ല. ഈ പുലി പതുക്കുന്നത് ആഴത്തിൽ ചാടാനെന്ന് പറയുമ്പോൾ BJP ഇപ്പോൾ ഈ ഒതുക്കി നിൽക്കുന്നത് അവർ ആഴത്തിൽ ചാടാൻ വേണ്ടി അയാൾ കരുക്കളിങ്ങനെ രജിസ്റ്റർ നീക്കൊണ്ടിരിക്കുക. അവരോട് പിടിച്ചു നിൽക്കാനൊന്നും ഈ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഗാർഗിയൊക്കെ പറ്റുമോ നീക്കുവാനുള്ള പറ്റും. നിങ്ങളായി മനസ്സിലാക്കണം. നിങ്ങൾ ആരെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആരെന്ന് മനസ്സിലാക്കണം. ബ്ലോക്ക് 20% സപ്പോർട്ട് ചെയ്യുന്ന ഈ വിഭാഗത്ത് നിങ്ങൾ ബോണസ് പോലെയാണ്. ബോണസ് തൊഴിൽ ചെയ്തതിന് ശേഷം കിട്ടുന്ന അവകാശമാണല്ലോ. അതുപോലെ ഫ്രീ ആയിട്ട് ലോട്ടറി അടിക്കുമ്പോഴാണ്. എന്നിട്ട് നിങ്ങൾ അതൊക്കെ ചിന്തിക്കുന്നില്ലെന്ന്, അതാ വിഷയം. അവ വാക്കുച്ചിരിക്കുന്നില്ല. അത് വേണ്ടെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒരു കാര്യം പറയണം. ഈ കമ്മീഷൻ, ഹേമ കമ്മീഷനോടനുബന്ധിച്ച് ഇന്ന് കേരളം ഭരിക്കുക ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ നേതാക്കളും അത് നിങ്ങൾ എത്ര ആഴത്തിലേക്കാണ് ചെളിക്കൊള്ളിൽ വീണുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൂവുടമ അല്ലെങ്കിൽ പ്രഭുക്കൾ, കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ഉന്നത ജാതിക്കാർ, അവർക്ക് വേണ്ടി എഴുതുന്ന രഞ്ജിത്ത് ഉദ്ദേശിച്ച് രഞ്ജിത്ത് പണിക്കരായിരിക്കും, അല്ലാതെ വേറെ ആരാനാണ്. ആ രഞ്ജിത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നിട്ട് അത് രേഖാമൂലം വന്ന് തെളിയിക്കുക, അപ്പം നോക്കാന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് സഖാക്കളിൽ നിങ്ങളുടെ ആ മനുഷ്യത്വം, മാനുഷിക പരിഗണന? രഞ്ജിത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം തന്നി ഭൂഷ സ്വഭാവമാണ്, തന്നി തമ്പുരാക്കന്മാരുടെ സംസ്കാരമാണ്. അദ്ദേഹത്തിന് ഒരു 6-ാം നമ്പറിൽ കഥയുണ്ടല്ലോ, ഒരു കാക്ക അവിടെ വന്നപ്പോൾ അയ്യോ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, ഞാൻ കയറിയ വീട് അശുദ്ധാക്കളാന്ന്. ഏത് പല പട്ടിയെ പോയിച്ചോലാണോ? ഒരു മനുഷ്യനെ അവിടെ കയറി അത് അശുദ്ധാക്കളാണ്, അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എൻ്റെ രഞ്ജിത്തെ, ഈ തട്ടിപ്പ് കയ്യിലിരിക്കട്ടെ. നിങ്ങൾക്ക് മനുഷ്യ ജീവിക്കുക. അത് ഇന്ന് ഏതൊക്കെ പറഞ്ഞ് എണിങ്ങാലും കൊള്ള. ഇന്ന് CPM നയിക്കുന്നത് ഒരു പിടി സവർണ വരേണ്യ വർഗമാണ് എല്ലാ നിലക്കും. അല്ലെങ്കിൽ ഇദ്ദേഹത്തൊക്കെ ഇതുപോലുള്ള ചെയർമാൻ സ്ഥാനത്ത് കൊടുക്കുമോ? അല്ലാതെ എത്ര അധ്വാനിക്കുന്ന പിന്നോക്കാണ് ദളിതണ്ട് ന്യൂനപക്ഷമുണ്ട്, പറ്റിയില്ല നിങ്ങൾക്ക്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കേരളത്തിലെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ഈ സവർണ തമ്പുരാക്കന്മാരാൾ നയിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതമ്പതിച്ചു, അങ്ങേറ്റം അതമ്പതിച്ചു പോയി. ഇത്രയും ഒരു കേസ് വന്നിട്ട് ഈ പോക്സോ കേസ് വരട്ടതിൽ, പോക്സോ കേസ് വരുമ്പോൾ അതിലൊക്കെ അറിയിപ്പ് കൊടുത്താൽ നടപടി എടുക്കണ്ടേ? ഒരു സ്കൂളിൽ ഒരു പോക്സോ കേസ് ഉണ്ടായാൽ ഹെഡ് മാസ്റ്റർ പോലീസ് അറിയിച്ചില്ലെങ്കിൽ അദ്ദേഹം അകത്താകും. അതാണ് രീതി. അപ്പം അതുകൊണ്ട് സഖാക്കളെ, നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ പാർട്ടി നിലനിൽക്കണം, നിങ്ങൾക്ക് ഭരണം വേണം പാർട്ടി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ പോലെ അതമ്പതിക്കാതെ, ത്രിപുരയെ പോലെ അതമ്പതിക്കാതെ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി വസ്തുനിഷ്ഠ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടു വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കും. ഇപ്പോൾ നിങ്ങൾ ഭൂഷികൾക്ക് വേണ്ടി മാത്രമാണ്. ആ മന്ത്രിസഭ രൂപീകരണമായിട്ടില്ലേ, ഗണേഷ് കുമാറിൻ്റെ പേരിലേക്ക് എത്രയോ ഏതെല്ലാം നിലക്കുള്ള ആരോപണമുള്ള, എന്നിട്ട് നിങ്ങൾ കൂടെ വെച്ചില്ലേ? ഒരു 1000 മാത്രമാണല്ലോ നിങ്ങൾ വെച്ചത്. ഒരു 10% ഇതിൽ നിങ്ങൾ 11 മന്ത്രിമാർ വെച്ചല്ലേ, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. എന്ത് ന്യായയോടോ സഖാക്കളതിലുള്ളത്? 1/3 ജനസംഖ്യകളിലെ മുസ്ലിങ്ങൾ നിങ്ങൾ എത്ര പേരെ വെച്ച്? ഇപ്പം നിങ്ങൾക്ക് കാര്യം പറ്റില്ല, ഈ മുസ്ലിങ്ങൾ വോട്ട് വേണ്ട എന്ന് വെച്ചാണല്ലോ പന്നി ഉൽപ്പന്നം പോർക്കന്നെ വിൽക്കുന്നൊക്കെ. അതൊക്കെ ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കരുത്.
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്കിത് മനസ്സിലായി എന്നും നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അതിൻ്റെ പൊരുൾ ഇതാണ്. ഏതായാലും മധ്യ തിരുവിതാംകൂറിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കിട്ടണം, മുസ്ലിങ്ങൾ വോട്ട് കാര്യങ്ങൾ പ്രതീക്ഷിക്കില്ല. അപ്പം അറിയാമല്ലോ വോട്ട് ബാങ്ക് എവിടെ കിടക്കുന്നത്. അവിടെ ആകെ എത്ര ഉണ്ടോ നിങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ നിങ്ങൾ ക്രിസ്ത്യൻ വോട്ട് നോക്കിയാൽ കേരള ജനസംഖ്യ എത്രയുണ്ട്? 12% ഉള്ളൂ. ബാക്കി 6% ദളിത് ക്രിസ്ത്യാനിയാണ്. ആ 12% വേണ്ടി നിങ്ങൾ 30-33% ഉള്ളവരൊക്കെ പിണക്കിയാൽ ഭരണം മുന്നോട്ട് പോകുന്നതായിക്കണ്ടോ? പക്ഷെ ഇപ്പം എന്ത് ചെയ്യാം, കോൺഗ്രസ്സുകാരുടെ കഴിവില്ലായ്മയും അവരെ കുതികാല് വെട്ടൂലേ. അല്ലെങ്കിൽ ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കണ്ടിന്യൂഷൻ ഉണ്ടാകില്ലേ, അത് ഉമ്മൻചാണ്ടി കുതികാല് വെട്ടി 800 പിന്നെ കടം വെട്ടി നിയമം ഉണ്ടാക്കിയില്ല ഭരണം കളഞ്ഞത്. അദ്ദേഹത്തെ ഇപ്പം എന്താ, അദ്ദേഹം അടിച്ച് മണ്ണടിഞ്ഞു പോയി. ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? സഖാക്കളുടെ രീതി വെച്ച് നോക്കിയാൽ അഴിമതി മാത്രമല്ല, അഹങ്കാരം ധിക്കാരം കൊടുത്ത് കൊടികുത്തി വാഴാണ്, ആരും ചോദിക്കാനില്ലാതെ. അത് നിൽക്കേണ്ടത് ഈ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ഇപ്പോഴും നേരെ ഇവനാകുന്നുണ്ടോ? അതുകൊണ്ട് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.